അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ രണ്ടാമത്തെ സെഷനിലെ 32ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തു തക്വീറിലെ അവസാന വചനങ്ങളായ 26 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഖിറാഅത്ത് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين. ഇനി നമുക്കതിലെ 26ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും വിശദീകരണവും നോക്കാം. ഫഅൈന തദ്ഹബൂൻ, ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്. അതിൻ്റെ വാക്കർത്ഥങ്ങൾ നോക്കാം. ഫഅൈന എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഫാൻ്റെ അർത്ഥം അങ്ങനെ ഇരിക്കെ, എന്നിരിക്കെ. എങ്ങോട്ടാണ് തദ്ഹബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നത്. ഫഅൈന തദ്ഹബൂൻ എന്ന് ചേർത്ത് വായിക്കുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ എന്നിരിക്കെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇമാം ഇബ്നു ജുസൈ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നൽകിയ കാര്യങ്ങൾ വായിക്കാം. ഫഅൈന തദ്ഹബൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിതാബുൻ ലികുഫാരി ഖുറൈശ്, അഥവാ ഖുറൈശികളിൽപ്പെട്ട കുഫാറുകളായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നാണ്. ലൈസ ലകും സവാലിൻ അൻ ഹാദിഹിൽ ഹഖായിഖ്, ഈ സത്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ മറ്റൊരു മാർഗമില്ല എന്നുള്ള രീതിയിലാണ് അവിടെ അല്ലാഹു സംസാരിക്കുന്നത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മുമ്പ് വേറെയും ചില അധ്യായങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം അതവിടെ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് വായിക്കാം. ഫഅൈന തദ്ഹബൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഫഅൈന തദ്ഹബു ഉഖൂലുകും ഫീ തക്ദീബികും ബിഹാദൽ ഖുർആൻ, അഥവാ ഈ വിശുദ്ധ ഖുർആനിനെ കളവാക്കിക്കൊണ്ട് നിങ്ങളുടെ ബുദ്ധി എവിടേക്കാണ് പോയി മറയുന്നത്. മഅ ദുഹൂരിഹി വവുദൂഹിഹി വബയാനി കൗനിഹി ജാഅ മിൻ ഇൻദില്ലാഹി അസ്സ വജൽ, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും അവതീർണമായതാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യമാകും വിധം അത്രയും സ്പഷ്ടവും വ്യക്തമായും കൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളോട് സംവാദനം നടത്തിയിട്ടും എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇത് സ്വീകരിക്കാതെ പോകുന്നു, അത് സ്വീകരിക്കാതിരിക്കാൻ മാത്രം നിങ്ങളുടെ ബുദ്ധി എവിടേക്കാണ് പോയി മറഞ്ഞത് എന്നാണ് ആ ഒരു വചനത്തിലൂടെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എന്നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതേ രീതിയിലുള്ള ഒരു പ്രയോഗം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടത്തിയതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു സംഘം, അഥവാ ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, അവർ മുസ്ലിങ്ങളായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരികയാണ്. വഅമറഹും ഫതലൗഹു അലൈഹി ശൈഅൻ മിൻ ഖുർആനി മുസൈലിമത അല്ലദീ ഹുവ ഫീ ഗായത്തിൽ ഹദയാനി വറക്കാക, അഥവാ ശക്തമായ രീതിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ആ പ്രവാചകന്റെ പോലെ ഞാനും ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞ് കള്ളപ്രവാചകത്വം വാദിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ് മുസൈലിമ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി ഒരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തൻ്റെ ഖുർആനാണ്, തന്നോട് തൻ്റെ രക്ഷിതാവ് അള്ളാഹു സംസാരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം അയാൾ രചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഓതിത്തരുവാൻ അല്ലെങ്കിൽ വായിച്ചു കേൾപ്പിക്കുവാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് ആജ്ഞാപിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അവർ അത് ഓതി കൊടുക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ച് അവരോട് പറയുന്നത് വൈഹക്കും ഐന യുദ്ഹബു ബിഉഖൂലിക്കും, നിങ്ങൾ എന്തൊരു കഷ്ടമാണ്, നിങ്ങളുടെ ബുദ്ധി എവിടേക്കാണ് പോയി മറഞ്ഞത്, അഥവാ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. വല്ലാഹി ഇന്ന ഹാദൽ കലാം ലം യഖ്റുജ് മിൻ ഇല്ലിൻ, ഇതൊരിക്കലും തന്നെ ഒരു സൃഷ്ടാവിൽ നിന്നുള്ള, ഒരു ആരാധ്യനിൽ നിന്നുള്ള സംസാരമേ അല്ല, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ശൈലിയാണ് ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാം. ഫഅൈന തദ്ഹബൂൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ഖതാദ റഹ്മഹുല്ലാ പറയുകയാണ് ഫഇല ഐന തഅദിലൂന അൻ ഹാദൽ ഖൗൽ വഅൻ തഅതിഹി, അഥവാ ഈ സംസാരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്
എന്നോടുള്ള അനുസരണയും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എവിടേക്കാണ് നിങ്ങൾ നീതിപരമായുള്ള ജീവിതം നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾ നീതി നയിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ഇതേ രീതിയിൽ തന്നെയാണ് മഅ്മർ റഹ്മഹുല്ല ഇമാം ഖതാദ റഹ്മഹുല്ലയിൽ നിന്നും ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നതും. ഐന തദ്ഹബൂന അൻ കിതാബി വ തഅതി, എന്നെ അനുസരിക്കാതെയും അതേപോലെ എൻ്റെ കിതാബിനെ ഒഴിവാക്കിക്കൊണ്ടും നിങ്ങൾ എവിടേക്കാണ് പോയി മറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരണം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇമാം സജാജ് റഹ്മഹുല്ല പറയുന്നുണ്ട്, ഫഅയ്യു തരീഖത്തിൻ തസ്ലുകൂന അബ്യന മിൻ ഹാദിഹി തരീഖത്തില്ലതി ബയ്യൻതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകിയ ഈയൊരു മാർഗങ്ങൾ അല്ലെങ്കിൽ ഈയൊരു വെളിച്ചം, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അത്രയും സ്പഷ്ടമായൊരു വെളിച്ചം വേറെ എവിടെ നിന്ന് ലഭിക്കാനാണ്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നൊരു അർത്ഥത്തിലാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്, ഇമാം സുജാജ് റഹ്മഹുല്ല നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് തഹ്രീർ വ തൻവീർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഇതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാം. അദ്ദേഹം പറയുകയാണ്, വ ഐന, ഇവിടെ ഐന എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അത് ഇസ്മു ഇസ്തിഫാമിൻ അനിൽ മക്കാൻ, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഉത്തരമായിക്കൊണ്ടൊരു സ്ഥലം ലഭിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഐന എന്ന ചോദ്യപ്രയോഗം നടത്താറുള്ളത്. ഇവിടെ അപ്രകാരം അല്ലാഹു ചോദ്യം ചോദിച്ചിട്ടുള്ളത് വഹുവ ഇസ്തിഫാമുൻ ഇൻകാരിയുൻ അൻ മക്കാനി ദഹാബിഹിം, അവർക്ക് പോകാൻ അല്ലെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് പോകാൻ മറ്റൊരു സ്ഥലം ഇല്ല എന്നൊരു നിഷേധ രീതിയിലാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇസ്തിഫാമുൻ ഇൻകാരിയാണ്, അഥവാ അതൊരു നിഷേധ രീതിയിലുള്ള ചോദ്യചിഹ്നമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അങ്ങനെ പോയി മറയാൻ വേറൊരു സ്ഥലവും നിങ്ങൾക്കില്ല, അത്രയും നീതിയുക്തമായിട്ടുള്ള വേറൊരു സ്ഥലവും നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഞാൻ വിശദീകരിച്ച് നൽകിയതുപോലെ മറ്റൊരു വിശദീകരണവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അങ്ങനൊരു ഇല്ല എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചോദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ചിട്ടുള്ളത് എന്നാണ്. അതാണ് അതിനുശേഷവും അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഇനി വൽ മഅന അന്നഹു ഖദ് സുദ്ദത് അലൈക്കും തുറുഖു ബുഹ്താനിക്കും ഇദ് ഇത്തളഹ ബിൽ ഹുജ്ജത്തി ദാമിഗതി ബുത്ലാൻ ഇദ്ദിആഇക്കും അന്നൽ ഖുർആൻ കലാമു മജ്നൂൻ ഔ കലാമു കാഹിൻ, അഥവാ ഈ അധ്യായത്തിൽ തന്നെ തൊട്ട് മുമ്പായിക്കൊണ്ട് അവർ സംസാരിച്ചിരുന്ന അവരുടെ വാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു വിശുദ്ധ ഖുർആൻ അതൊരു കവിയുടെ സംസാരമാണ്, അല്ലെങ്കിൽ ഒരു കാഹിൻ, ഒരു ജോത്സ്യന്റെ സംസാരമാണ് എന്നിങ്ങനെയുള്ള കുഫാറുകളായിട്ടുള്ള ഖുറൈശികളായിട്ടുള്ള ആളുകളുടെ വാദം അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാദത്തെ എല്ലാം പരിപൂർണമായും നിരർത്ഥകമാക്കുന്ന രീതിയിൽ കൂടിയാണ് ഇവിടെ ഈ ഒരു ഇസ്തിഫാം ഇൻകാരിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ചിട്ടുള്ളത് എന്നാണ്. അഥവാ ഇതൊരു കാഹിനിന്റെയും സംസാരമല്ല, ഒരു ജോത്സ്യന്റെയും സംസാരമല്ല, ഒരു ഭ്രാന്തന്റെയും സംസാരമല്ല, ഒരു കവിയുടെയും സംസാരമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നുകൂടി ശക്തമായ രീതിയിൽ അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫമാദാ തദ്ദഊന ബഅദ ദാലിക, ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ അപ്പുറം ഇനി നിങ്ങൾ എന്താണ് വാദിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ ചോദിക്കുന്നത് എന്നാണ്. ഇനി നമുക്ക് 27-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ആയത്തിന്റെ അർത്ഥം അത് ലോകർക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശം അല്ലാതെ മറ്റൊന്നുമല്ല, അഥവാ ഇത് ലോകർക്ക് വേണ്ടിയുള്ള ഉപദേശം മാത്രമാകുന്നു എന്നാണ്. വാക്കർത്ഥങ്ങൾ നോക്കാം. ഇൻ ഹുവ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ അതല്ല. ഇല്ലാ ദിക്റുൻ, ഒരു ഉപദേശമല്ലാതെ. അപ്പോൾ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ എന്ന് പറഞ്ഞാൽ അതൊരു ഉപദേശമല്ലാതെ അല്ല, അത് ഉപദേശം മാത്രമാണ് എന്നാണ്. ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടി. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോകർക്ക് വേണ്ടിയുള്ള ഉപദേശം മാത്രമാകുന്നു, അല്ലെങ്കിൽ ഉപദേശമല്ലാതെ അല്ല, ഉപദേശം മാത്രമാണ് എന്നർത്ഥം. ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നു, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഹാദൽ ഖുർആനു ദിക്റുൻ ലി ജമീഇൻ നാസ്, അഥവാ ഈ വിശുദ്ധ ഖുർആൻ ഇത് ലോകർക്ക് വേണ്ടിയുള്ള, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ദിക്റാണ്, ഉത്ബോധനമാണ്, ഉപദേശമാണ്. യതദക്കറൂന ബിഹി വയതഈദൂന, അവർ അതിലൂടെ ഉപദേശം സ്വീകരിക്കുകയും അവർ അതിലൂടെ റബ്ബ് സുബ്ഹാനഹു തആലയെ സ്മരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇനി ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുകയാണ്, ഇൻ ഹുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അൽ ഖുർആൻ, അവിടെ ഹുവ എന്നതിന്റെ ഉദ്ദേശം അൽ ഖുർആൻ ആണ്. ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഐ മൗഇലത്തുൻ വസജ്റുൻ, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മൗഇലത്താണ്, സതുപദേശമാണ്. വസജ്റുൻ, അവർക്കുള്ളൊരു തിന്മയിൽ നിന്നുള്ളൊരു മോചനവും ആണ്. ബിമഅന മ, അഥവാ ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മാ എന്നാണ്. ഇൻ ഹുവ ഇല്ലാ എന്ന് പറഞ്ഞാൽ മാ ഹുവ ഇല്ലാ ദിക്റുൻ എന്നാണ് അതിന്റെ അർത്ഥം വരിക. സാധാരണ രീതിയിൽ ഇൻ എന്നതിന്റെ അർത്ഥം വരാറുള്ളത് അങ്ങനെയാണെങ്കിൽ എന്നൊരു
ആണെങ്കിൽ എന്നൊരർത്ഥമാണ് ഇവിടെ വരാറുള്ളത്. പൊതുവെ ഇന്നിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഇൻ എന്നുള്ളത് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം മാ എന്ന രീതിയിലാണ്. അഥവാ ഇൻ എന്ന് പറഞ്ഞാൽ അല്ല എന്നൊരർത്ഥമാണ് അവിടെ ഉള്ളത്. അത് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല കുറച്ചും കൂടി വിശദീകരിക്കുന്നുണ്ട്, നമുക്കവിടെ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. വഖീല അദ്ദേഹം പറയുകയാണ്, ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുകയാണ്, മറ്റൊരു രീതിയിലും ഇതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നാൽ മാ മുഹമ്മദുൻ ഇല്ലാ ദിക്റുൻ, അഥവാ ഇവിടെ ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്ന ആയത്തിൽ പറഞ്ഞത് അവിടെ ഹുവ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണെന്ന് ഇതുവരെ പറഞ്ഞു. പക്ഷെ മറ്റൊരു രീതിയിൽ അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത് ഹുവ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദുൻ നമ്മുടെ പ്രവാചകനാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അതിനർത്ഥം വരിക വമാ മുഹമ്മദുൻ ഇല്ലാ ദിക്റുൻ, മുഹമ്മദ് നബി അതിൽക്കുള്ളൊരു ഉത്ബോധനമാണ് എന്നാണ്. അങ്ങനെയൊക്കെ അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ശരിയായ ഉദ്ദേശാർത്ഥം നാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹുവ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ തന്നെയാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയ വിശദീകരണം നോക്കാം. അവിടെ അദ്ദേഹം പറയുകയാണ്, ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിമഅന മാ, അഥവാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാ എന്ന അർത്ഥമാണ് ഇന്നിന് നൽകിയിട്ടുള്ളത്. വഹാദിഹി ഖാഇദത്തുൻ, ഇതൊരു ഭാഷാപരമായിട്ടുള്ളൊരു നിയമമാണ്. അന്നഹു ഇദാ ജാഅത് ഇല്ലാ ബഅദ ഇൻ, ഇൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ജുംലയിൽ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ശേഷമായിക്കൊണ്ട് ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം വരിക? ഫഹിയ ബിമഅന മാ, മാ എന്ന അർത്ഥമായിരിക്കും വരിക. അപ്പൊ ഇൻ എന്ന് സാധാരണ രീതിയിൽ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ, ഒരു ആണെങ്കിൽ എന്ന അർത്ഥമാണ് അവിടെ വരിക, ഷർത്തിയന്റെ അർത്ഥമാണ് വരിക. എന്നാൽ അതിൻ്റെ ശേഷം ഇല്ല എന്നുള്ള ആ ഒരു പദം വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം വരിക മാ എന്നായിരിക്കും, അല്ല എന്നർത്ഥമായിരിക്കും വരിക. ഭാഷാപരമായി അറബി ഭാഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ എന്നുള്ളത് പല രീതിയിലും വരാറുണ്ട്. അത് നാഫിയത്തായിക്കൊണ്ടും വരാറുണ്ട്, ഷർത്തിയായിട്ടും വരാറുണ്ട്, തഅതി മുഖഫഫതൻ മിനസ് സഖീല, ഇന്ന എന്നത് ഷോർട്ടായിങ്ങാണ്ട് ഇൻ എന്നും പറയാറുണ്ട്. വല്ലദീ യുബയ്യിനു ഹാദൽ മഅന ഹുവ സിയാഖ്, അതെല്ലാം അതിൻ്റെ സന്ദർഭത്തിൽ നിന്നായിരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ ഇൻ എന്നതിൻ്റെ ശേഷം ഒരു ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാഫിയത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ അല്ല എന്നൊരർത്ഥമാണ് ഇവിടെ ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിന് ശേഷം ദിക്റുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യശ്മുലു തദ്കീർ വ തദക്കുർ, അഥവാ ഉത്ബോധനവും സ്മരണയും എല്ലാം അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഫഹുവ തദ്കീറുൽ ലിൽ ആലമീൻ, അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകർക്ക് വേണ്ടിയുള്ള ഉത്ബോധനമാണ്, അവർക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്. വ തദക്കുറുൻ ലഹും, അവർക്ക് വേണ്ടിയുള്ള ഉപദേശമാണ്. ഐ അന്നഹും യതദക്കറൂന ബിഹി വ യതഈദൂന ബിഹി, അത് വെച്ചുകൊണ്ട് അവർ ഉത്ബോധനം സ്വീകരിക്കുകയും അവർ വഅദ് സ്വീകരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. തൻ്റെ രക്ഷിതാവിന് അതിലൂടെ അവർ കണ്ടെത്തുകയും ചെയ്യുന്നു. വൽ മുറാദു ബിൽ ആലമീൻ, ഇനി ഇവിടെ ആലമീൻ എന്ന് പറഞ്ഞത് ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞല്ലോ. ആലമീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻ ബുഇസ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഖാല തആല, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട റസൂലിന്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിലെ ഓരോ വ്യക്തികളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ആലമീൻ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത് സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ വചനത്തിൽ നിന്നും ആ ഒരു പ്രയോഗം, ആ ഒരു രീതിയിലുള്ള പ്രയോഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞത് പ്രവാചകനെ സംബന്ധിച്ച പറഞ്ഞത്, പ്രവാചകരെ താങ്കളെ നാം ലോകർക്ക് വേണ്ടിയുള്ള ശമനമാക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ലോകർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിന് വേണ്ടിയുള്ള റഹ്മത്തായിക്കൊണ്ടാണ് മുഹമ്മദ് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫൽ മുറാദ് ബിൽ ആലമീന ഹുന, ഇവിടെ ആലമീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട ആ ഉമ്മത്തിലെ ഓരോ വ്യക്തികളെയുമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പൊതുവെ ആലമീൻ എന്ന് പറഞ്ഞാൽ, റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകരുടെ രക്ഷിതാവ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം ആ ആലമീൻ എന്ന പദത്തിൻ്റെ ഉള്ളിൽ വരും. അത് പൊതുവെയുള്ള അർത്ഥമാണ്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരവും ആണ് എന്നാണ്. അല്ലാഹു തആല അഅലം. ഇനി 28-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, ആയത്തിൻ്റെ അർത്ഥം അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിന് നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ആയത്തിൻ്റെ വാക്കർത്ഥങ്ങൾ നോക്കാൻ. ലിമൻ ശാഅ എന്ന് പറഞ്ഞാൽ അതായത് ഉദ്ദേശിച്ചവർക്ക്, മിൻകും നിങ്ങളിൽ നിന്നും, അൻ യസ്തഖീം ചൊവ്വായി നിൽക്കുവാൻ അല്ലെങ്കിൽ നേരെ നിലകൊള്ളുവാൻ. 29-ാമത്തെ ആയത്ത് നോക്കാം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും.
വാക്കർത്ഥങ്ങൾ നോക്കാം. വമാ തശാഊന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നതേ നിങ്ങൾ ഉദ്ദേശിക്കുകയുള്ളൂ. റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു. ഇനി അതിൻ്റെ വിശദീകരണം നോക്കാം. ലിമൻ ഷാ മിൻകും അൻ യസ്തഖീം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഐ യത്തബിഉൽ ഹഖ്ഖ വയുഖീമു അലൈഹി, സത്യത്തെ പിൻപറ്റുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അൻ യസ്തഖീം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് സത്യം പിൻപറ്റുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുക. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹും സുലൈമാൻ ഇബ്നു മൂസ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാം, ലമ്മാ നസലത് ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, ഈ ഒരു വചനം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അബൂജഹൽ പറയുകയുണ്ടായി, അൽ അംറു ഇലൈന, ഇക്കാര്യം ഞങ്ങളെ സംബന്ധിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇൻ ശിഅ്നാ ഇസ്തഖംന, ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിലകൊണ്ടാൽ മതി, അതായത് ഞങ്ങൾ വേണമെങ്കിൽ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. വ ഇൻ ശിഅ്നാ ലം നസ്തഖിം, ഞങ്ങൾ വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാണ്ടെങ്കിൽ വിശ്വസിക്കുകയും വേണ്ട. വഹാദാ ഹുവൽ ഖദർ, അത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ചാണുള്ളത് എന്ന ആ അബൂജഹൽ പറയുന്നതായി കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പോൾ അവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആയത്തിൻ്റെ ശേഷമുള്ള ഭാഗം അവതരിപ്പിക്കപ്പെടുന്നത്. ഫനസലത് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്ന് അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അതിലൂടെ അവരെ ബോധ്യപ്പെടുത്തി, ഫബയ്യന ബിഹാദ അന്നഹു ലാ യഅമലുൽ അബ്ദു ഖൈറൻ ഇല്ലാ ബിതൗഫീഖില്ല, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിലേ ഒരു അടിമ നന്മ ഉദ്ദേശിക്കുകയുള്ളൂ, അയാൾ ആ ഒരു അടിമക്ക് നന്മ ചെയ്യുവാൻ തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. വലാ ശർറൻ ഇല്ലാ ബിഖിസ്ലാനിഹി, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിന്ദ്യത ഉള്ള ആളുകൾക്ക് മാത്രമേ തിന്മ ചെയ്യുവാനും ഉദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ അപ്രകാരമാണ് ആ ആയത്തിന് അർത്ഥം നൽകപ്പെടേണ്ടത് എന്ന് അബൂജഹലിനെ ഈ ഒരു വചനം അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അബൂജഹൽ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ വിശ്വസിച്ചാൽ മതി, അത് ഞങ്ങളെ ഇഷ്ടമാണ് എന്ന് ഒരിക്കലും വാദിക്കാൻ പറ്റൂല എന്ന് അതിൻ്റെ ശേഷമുള്ള വചനം ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇമാം ഹസൻ റഹ്മഹുല്ല പറയുന്നതായി കൊണ്ട് കാണാം, വല്ലാഹി മാ ശാഅത്തിൽ അറബു അൽ ഇസ്ലാമ ഹത്താ ശാഅഹുല്ലാഹു ലഹ, അറബികൾ ഒരിക്കലും തന്നെ ഇസ്ലാം ഉദ്ദേശിക്കുമായിരുന്നില്ല, അത് അള്ളാഹു അവർക്ക് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ. അപ്പോൾ അള്ളാഹു അറബികളിൽ ഇസ്ലാം എത്തിക്കണം എന്നുദ്ദേശിച്ചത് കൊണ്ടാണ് മുഹമ്മദൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുകയും അങ്ങനെ ആ മുഹമ്മദ് പ്രവാചകനിലൂടെ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അറബികൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് അള്ളാഹു ആദ്യം ഖദറാക്കിയ കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അതിന് ശേഷം വഖാല വഹ്ബ് ഇബ്നു മുനബ്ബിഹ് ഖറഅതു ഫി 87 കിതാബൻ മിമ്മാ അൻസലല്ലാഹു അലൽ അംബിയാ മൻ ജഅല ഇലാ നഫ്സിഹി ശൈഅൻ മിനൽ മശീഅതി ഫഖദ കഫറ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കന്മാർക്ക് ഇറക്കിക്കൊടുത്ത 87 ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. മൻ ജഅല ഇലാ നഫ്സിഹി ശൈഅൻ മിനൽ മശീഅതി ഫഖദ കഫറ, മശീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉദ്ദേശം ആരെങ്കിലും തന്നിലേക്ക് ചേർത്തി വെക്കുകയാണ് എങ്കിൽ, അള്ളാഹിൻ്റെ മശീഅത്ത് ആരെങ്കിലും തൻ്റെ നഫ്സിലേക്ക് ചേർത്തി വെച്ചാൽ ഫഖദ കഫറ, അവൻ കാഫിറായി മാറുന്നതാണ് എന്നാണ്. സൂറത്തുൽ അൻആമിലെ 111 വചനം നമുക്ക് കാണാം, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുല മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ അൻ യശാ അല്ലാഹ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മലക്കുകളെ നിയോഗിക്കുകയാണെങ്കിലും, വകല്ലമഹുമുൽ മൗത മരിച്ച ആളുകൾ അവരോട് വന്ന് സംസാരിക്കുകയാണെങ്കിലും, വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുല എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിലും ശരി, മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർ വിശ്വസിക്കുകയില്ല എന്നാണ്. അപ്പോൾ വിശ്വസിക്കാൻ അള്ളാഹുവിൻ്റെ ഖദർ വേണം, അള്ളാഹുവിൻ്റെ മശീഅത്ത് വേണം. അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിലേ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതാണ് സൂറത്ത് യൂനുസിലെ 100 വചനത്തിൽ പറഞ്ഞത്, മാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ല, ഒരാൾക്കും തന്നെ അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ ഒരു നഫ്സും വിശ്വസിക്കുകയില്ല എന്നത്. ഇനി സൂറത്തുൽ ഖസസിലെ 56 വചനവും നമുക്ക് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ, പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുവാൻ താങ്കൾക്ക് സാധിക്കൂല,
മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെയാണ്, അള്ളാഹിന്റെ മശിയത്തുള്ള ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ അങ്ങിങ്ങായി നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അന്നല്ലാഹു സുബ്ഹാനഹു ഹദാ ബിൽ ഇസ്ലാം വഅദല്ല ബിൽ കുഫ്ർ കമാ തഖദ്ദമ ഫീ ഗൈരി മൗദി. ഒരുപാട് സന്ദർഭങ്ങളിലും ഇത് വിശദീകരിക്കപ്പെടുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു ദലാലത്തിലാക്കുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് നൽകിയ വിശദീകരണം വായിക്കാം. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം എന്ന് പറഞ്ഞാൽ ഐ മൻ അറാദൽ ഹിദായത ഫഅലൈഹി ബിഹാദൽ ഖുർആൻ. അഥവാ ആരെങ്കിലും ഹിദായത്ത് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, സന്മാർഗത്തിലാകുവാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫഅലൈഹി ബിഹാദൽ ഖുർആൻ, അവൻ ഈ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു മുൻജാത്തുൻ ലഹും ബിഹിദായത്തുൻ, അത് അവന് ഹിദായത്താണ്, അത് അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വലാ ഹിദായത ഫീമാ സിവാഹു, ഇതല്ലാതെ മറ്റൊരു സന്മാർഗവും അവന് സ്വീകരിക്കാനില്ലതാനും. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഐ ലൈസത്തിൽ മശിയത്തു മൗകൂലതൻ ഇലൈക്കും, അഥവാ മശിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശം അതൊരിക്കലും തന്നെ നിങ്ങളിലേക്ക് ചേർത്തി വെക്കാൻ കഴിയുന്ന കാര്യമല്ല. ഫമൻ ശാഅ ഇഹ്തദാ വമൻ ശാഅ ദല്ല, അല്ലാഹു ഉദ്ദേശിക്കുന്നവർ സന്മാർഗത്തിലാകുന്നു, അതല്ലാത്തവർ ദുർമാർഗത്തിലുമാകുന്നു. ബൽ ذلك كله تابع لمشيئة الله عز وجل رب العالمين, അതെല്ലാം തന്നെ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശിയത്തിനനുസൃതമായി കൊണ്ട് സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അവസാനമായിക്കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാം. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, കഴിഞ്ഞ ആയത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അത് വായിക്കേണ്ടത്. അഥവാ ഈ വിശുദ്ധ ഖുർആൻ ഇത് ലോകർക്കുള്ള സന്മാർഗമാണ്, അവർക്കുള്ള ഉത്ബോധനമാണ്. അത് ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, ചൊവ്വായി നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അവർക്കുള്ള ഹിദായത്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ദിക്റാണ് എന്നാണ് പറഞ്ഞത്. വഅമ്മാ മൻ ലാ യശാഉൽ ഇസ്തിഖാമ ഫഇന്നഹു ലാ യതദക്കറു ബിഹാദൽ ഖുർആൻ വലാ യൻതഫിഉ ബിഹി, ചൊവ്വായി നിലകൊള്ളാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒരു പക്ഷേ അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല, അതവന് ഒരു ഉത്ബോധനമായി കൊണ്ട് തോന്നുകയും ചെയ്തു കൊള്ളണമെന്നില്ല എന്നാണ്. കമാ ഖാല തആല സൂറത്തുൽ ഖാഫിൽ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സംഅ വഹുവ ഷഹീദ്, അഥവാ ഹൃദയമുള്ളവനായിക്കൊണ്ടും അതേപോലെ തന്നെ മനസ്സാന്നിധ്യത്തോടു കൂടിയും അത് ശ്രവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ഉത്ബോധനമുണ്ട് എന്നാണ്. വലാകിൻ ഇദാ ഖാല ഖാഇൽ, ഇനി ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഹൽ മശിയത്തുൽ ഇൻസാൻ ബിഖ്തിയാരിഹി, അഥവാ മനുഷ്യരുടെ മശിയത്ത്, നമുക്ക് ഓരോ കാര്യങ്ങൾ ഉദ്ദേശിക്കുവാനും ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഉണ്ട്, അങ്ങനെ ഒരു മശിയത്ത് ഉണ്ടല്ലോ. ആ ഉദ്ദേശം അത് അവൻ്റെ മനുഷ്യൻ്റെ ഇഖ്തിയാറിനനുസരിച്ചാണോ, മനുഷ്യൻ്റെ ചോയ്സിനനുസരിച്ചാണോ എന്ന് ഒരാൾ ചോദിക്കുകയാണ് എങ്കിൽ നമുക്കിങ്ങനെ മറുപടി പറയാം, നഅം, അതെ, അത് മനുഷ്യൻ്റെ മശിയത്തിന് മനുഷ്യന് ഇഖ്തിയാറുണ്ട്. അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കാര്യം ചെയ്യുവാനും അത് ഉദ്ദേശിക്കുവാനും അത് ചെയ്യാതിരിക്കുവാനുമുള്ള ചോയ്സ് ഇവിടെയുണ്ട്, നമുക്കതിനുള്ള അവസരമുണ്ട് എന്നാണ്. ഫല്ലാഹു അസ്സ വജൽ ജഅല ലിൻസാനി ഇഖ്തിയാറൻ വ ഇറാദതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അപ്രകാരം ഒരു ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്, ഒരു ഇറാദത്ത്, ഉദ്ദേശിക്കുവാനും ഉദ്ദേശിക്കാതിരിക്കുവാനുമുള്ള, ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇൻഷാ ഫഅല വ ഇൻഷാ ലം യഫഅൽ, അവനെ ചെയ്യുവാനും ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലിഅന്നഹു ലൗ ലം യകുൻ ദാലിക ലം തകുനിൽ ഹജ്ജതു അലൽ ഖൽഖി അല്ലദീന ഉർസിലത് ഇലൈഹിമുർ റുസുൽ ബിഇർസാലിർ റുസുൽ, അഥവാ അങ്ങനെ ഒരു ചാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം, ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെടുന്നത് കൊണ്ടോ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് അവർക്കെതിരെ തെളിവായിക്കൊണ്ട് നിലകൊള്ളുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം, അങ്ങനെ ഒരു ചാൻസ് മനുഷ്യനുണ്ട്. വിശ്വസിക്കുവാനുമുള്ള അവസരമുണ്ട്, വിശ്വസിക്കാതിരിക്കാനുള്ള അവസരവും മനുഷ്യനുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണ രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. വകുല്ലു ഇൻസാനിൻ യഅരിഫു അന്നഹു ഇദാ അറാദ അൻ യദ്ഹബ ഇലാ മക്ക ഫഹുവ ബിഖ്തിയാരി, ഒരാളിപ്പോൾ മക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്, അത് അവൻ്റെ ചോയ്സാണ്, അവന് പോകാനും പോകാതിരിക്കാനുള്ള അവസരമുണ്ട്. വ ഇദാ അറാദ അൻ യദ്ഹബ ഇലൽ മദീന ഫഹുവ ബിഖ്തിയാരി വ ഇദാ അറാദ അൻ യദ്ഹബ ഇലാ ബൈത്തുൽ മുഖദ്ദസ് ഫഹുവ ബിഖ്തിയാരി, ഒരാൾ മദീനയിലേക്ക് പോകാൻ, ഒരു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ, നമ്മുടെ നാട്ടിലാണെങ്കിൽ കോഴിക്കോട് പോകാൻ,
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടുകളിലേക്ക് പോകാൻ ഒക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള അവസരമുണ്ട്. പോകാനും പോകാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതേ രീതിയിൽ തന്നെ കദാലിക അയ്ദൻ മൻ അറാദ അൻ യഖൂമ ബിതഅത്തില്ലാഹി ഫഹു ബിഖ്തിയാരി. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് അയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വമൻ അറാദ അൻ യഅസിയല്ലാഹ ഫഹു ബിഖ്തിയാരി. അല്ലാഹുവിനെ ധിക്കാരൊക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനും അവനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഫൽ മശീഅത്തു ലിൽ ഇൻസാനി ഹുവ ഹുർറുൻ ഫീഹാ. അഥവാ മശീഅത്ത് മനുഷ്യൻ ഉദ്ദേശിക്കുവാനും അത് ചെയ്യുവാനൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ അവൻ സ്വതന്ത്രനാണ്. സ്വതന്ത്രമായിക്കൊണ്ട് അവന് തീരുമാനങ്ങൾ എടുക്കാം, ചെയ്തികൾ നടത്തുകയും ചെയ്യാം എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലാകിന്ന അലമു ഇൽമൽ യഖീൻ. നമ്മൾ ഇൽമുൽ യഖീനാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് അന്നഹു മാ ശാഅ ശൈഅൻ ഇല്ലാ വഖദ് ശാഅഹു അല്ലാഹു മിൻ ഖബൽ. നമ്മൾ എന്തൊരു കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ്. മിൻ ഖബൽ, അത് മുമ്പേ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്. വലിഹാദാ ഖാല വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ അല്ലാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല വീണ്ടും പറയുകയാണ് ഫഇൻ ഖാല ഖാഇൽ. അപ്പോൾ നമ്മൾ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ് എങ്കിൽ ലനാ ഹുജ്ജത്തുൻ ഫിൽ മഅസിയ, അങ്ങനെയാണെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നതിൽ നമുക്ക് തെളിവുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ അന്നനാ മാ ശിഅനാഹ ഇല്ലാ ബഅദ അൻ ശാഅഹു അല്ലാഹ്. അഥവാ അല്ലാഹു ഉദ്ദേശിച്ചതിന് ശേഷമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നില്ലല്ലോ, അത് അല്ലാഹു ഉദ്ദേശിച്ചതല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നൊരാൾ പറയുകയാണെങ്കിൽ ഫൽ ജവാബു അന്നഹു ലാ ഹുജ്ജത ലനാ. കാരണം നമുക്കതിനെ പറയാൻ സാധിക്കും, അതിന് നമുക്ക് തെളിവില്ല. ലിഅന്നനാ, ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലം നഅലം അന്നല്ലാഹ ശാഅഹ ഇല്ലാ ബഅദ അൻ ഫഅൽനാഹ. നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ അല്ലാഹു ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ നേരത്തെ നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലാഹു ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യട്ടെ എന്നൊരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വഫിഅലുന ഇയ്യാഹ ബിഖ്തിയാരിന, നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മുന്നിലൊരു തെറ്റിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അത് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മൾ തെറ്റിലേക്കാണ് നമ്മൾ കടന്നു ചെന്നത് എങ്കിൽ അത് നമ്മുടെ സ്വതന്ത്രത്താലാണ്. നമുക്കതിലേക്ക് കടന്നു ചെല്ലാതിരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിരിക്കും. ഒരിക്കലും തന്നെ അള്ളാഹുവിലേക്ക് ചാർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ്. അതാണ് വലിഹാദാ ലാ യുംകിനു അൻ നഖൂല ഇന്നല്ലാഹ ശാഅ കദാ ഔ ശാഅ കദാ. അഥവാ നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റൂല, അള്ളാഹു ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അള്ളാഹു ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഇനിയും അങ്ങനെ ചെയ്യാം, അള്ളാഹു അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് തെറ്റുകളിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു കവാടമായിക്കൊണ്ടൊരിക്കലും ഇതിനെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇഖ്തിയാറുണ്ട്, നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നന്മയിലേക്ക് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാണ്. ഈ ഒരു കാര്യം സൂറത്തുൽ അൻആമിലെ 148-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വഖദ് അബ്തലല്ലാഹു ഹാദിഹിൽ ഹുജ്ജ ഫീ ഖൗലിഹി. ഈ ഒരു സംസാരം, ഈ ഒരു വാദവും സംസാരവും എല്ലാം അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു തരും. സയഖൂലുൽ ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ശൈഇൻ കദാലിക കദ്ദബൽ ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ദാഖൂ ബഅസനാ. അഥവാ അതിന്റെ അർത്ഥം സയഖൂലുൽ ലദീന അശ്റകൂ, ശിർക്ക് ചെയ്തവരായുള്ള ആളുകൾ പിന്നീട് പറയുമെന്നാണ്. ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. വലാ ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാരും ശിർക്ക് ചെയ്യുമായിരുന്നില്ല. വലാ ഹറംനാ മിൻ ശൈഇൻ, ഞങ്ങളൊരു ഹറാമും ചെയ്യുമായിരുന്നില്ല. കദാലിക കദ്ദബൽ ലദീന മിൻ ഖബ്ലിഹിം, ഇതേ രീതിയിൽ അവരുടെ മുൻഗാമികളും നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ട്. ഹത്താ ദാഖൂ ബഅസന, അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ബഅസ്, പ്രയാസം അവർ അനുഭവിക്കുകയും ചെയ്തു, ശിക്ഷ അവർ ആസ്വദിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള സംസാരം നിർവഹിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അഥവാ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നന്മ ചെയ്യാം തിന്മ ചെയ്യാം എന്ന് വിചാരിച്ച് നടക്കുക എന്നുള്ളത് പരിപൂർണമായും നിരർത്ഥകമായ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും വിശദീകരണങ്ങളാണ് ഖദറുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം അടിയുറപ്പിച്ച് നിർത്തേണ്ട ഭാഗം കൂടിയാണ്.
അതായത് ആ ഒരു രീതിയിൽ തന്നെ അത് പഠിക്കണമെന്ന് ഉദ്ദേശം. ഇനി ഫൽഹാസിലു അന്ന ഹാദിഹി സൂറത്തുൻ അലീമത്തുൻ, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അധ്യായം അതൊരു വല്ലാത്ത അധ്യായം തന്നെയാണ്. ഫിഹാ തദ്കിറത്തുൻ വമൗഇദത്തുൻ യൻബഗി ലിൽ മുഅ്മിൻ അൻ യഖറഅഹ ബിതദബ്ബുരിൻ വതമഹുലിൻ. അത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി അത് പാരായണം ചെയ്യേണ്ടത്. വഅൻ യതഅല ബിമാ ഫീഹാ, അതിലുള്ള കാര്യങ്ങൾ ഉപദേശമായി സ്വീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. കമാ അന്നൽ വാജിബ അലൈഹി ഫി ജമീഇ സൂറൽ ഖുർആൻ വആയാതിഹി വഅൻ യകൂന കദാലിക ഹത്താ യകൂന മിമ്മൻ തഅല ബികിതാബില്ലാഹി വൻതഫഅ ബി. ഓരോ അധ്യായങ്ങളും ഏതൊരു വചനവും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉപദേശം ഉള്ള അധ്യായങ്ങളും വചനങ്ങളും എല്ലാം പാരായണം ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും ഈമാനികമായി കൊണ്ടുമായിരിക്കണം ഖിറാഅത്ത് നടത്തേണ്ടത്. നസ്അലുല്ലാഹ തആല അൻ യഅദന വഇയ്യാകും ബികിതാബിഹി വസുന്നതി റസൂലിഹി അലൈഹി സ്വലാത്തു വസ്സലാം വആലിഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല അലയുടെ ഗ്രന്ഥവും അവൻ്റെ പ്രവാചകന്റെ ചര്യയുമെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ഉപദേശമായി സ്വീകരിക്കുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ആഖിറു തഫ്സീർ സൂറത്തി തക്വീർ വലില്ലാഹിൽ ഹംദ് വൽ മിന്ന. അല്ലാഹു അഅലം വസല്ലല്ലാഹു ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.